ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങളെ കൂട്ടിച്ചേർക്കുന്ന സ്പെഡക്സ് ദൗത്യം ഈ ഉടൻ ഇല്ല എന്ന് ISRO വെളിപ്പെടുന്നു. ഡോക്കിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ട്രയൽ മാത്രമാണ് ഇന്ന് നടന്നത്. ഉപഗ്രഹങ്ങളെ 3 മീറ്റർ അടുത്ത് വരെ എത്തിച്ചു. പിന്നീട് സുരക്ഷിതമായ അകലത്തിലേക്ക് അത് മാറ്റി ISRO വ്യക്തമാക്കുന്നു. റഹീസ് ചെന്നൈയിൽ നിന്ന് വീണ്ടും ചേരുന്നു. മുഹമ്മദ് റഹീസ്, നമുക്കിപ്പോൾ ലഭിച്ച വാർത്തയാണല്ലോ ഇത്, വിവരങ്ങൾ പറയൂ. SK അല്പസമയം മുമ്പ് മാത്രം ISROയിൽ നിന്ന് വന്ന ഔദ്യോഗികമായ വിവരമാണ്. അതായത് ഈ രണ്ട് ഉപഗ്രഹങ്ങളെയും 3 മീറ്റർ വരെ അടുത്തേക്ക് ISRO എത്തിച്ചു. ഈ ചേസറും ഒപ്പം തന്നെ ടാർഗറ്റും 3 മീറ്റർ മാത്രം അടുത്തേക്ക് വന്നു. ഒപ്പം തന്നെ ഇത് പരസ്പരം ചിത്രങ്ങളെടുത്തു, വീഡിയോകളെടുത്തു, ആശയവിനിമയം നടത്തി എന്നുള്ളത് ISRO സ്ഥിരീകരിച്ചു തന്നെ പറയുന്നു. പക്ഷേ ഇതൊരു ട്രയൽ റൺ ആയിരുന്നു. ഇതൊരു പരീക്ഷണം എന്നുള്ള തരത്തിൽ ഡോക്കിങ്ങിന് മുന്നോടിയായി എന്തൊക്കെയായിരിക്കാം ഈ ഉപഗ്രഹങ്ങളുടെ ഓർബിറ്റിൽ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു പരീക്ഷണമായിരുന്നു എന്നാണ് ISRO പറയുന്നത്. അതായത് ഇന്നലെ 500 മീറ്റർ അടുത്തേക്ക് ഈ രണ്ട് ഉപഗ്രഹങ്ങളെയും ISRO എത്തിച്ചിട്ടുണ്ട്. അത് ഔദ്യോഗികമായി തന്നെ നമ്മുടെ ഈ പരീക്ഷണത്തിൻ്റെ ഭാഗമായി ഫോർമലായി ചെയ്തിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. അതിനുശേഷം ഇത് വീണ്ടും അടുത്തേക്ക് കൊണ്ടുവന്നിട്ടാണ് ഡോക്കിംഗ് നടത്തുക. അപ്പോൾ ഇന്ന് രാവിലെ ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വന്നത് ഒരു വിവരം എന്ന് പറയുന്നത് ഈ ISRO ഇതിനെ 15 മീറ്ററായി ചുരുക്കിയിരിക്കുന്നു, വീണ്ടും 3 മീറ്ററായി ചുരുക്കിയിരിക്കുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വന്നിരുന്നു. കാരണം പല അന്താരാഷ്ട്ര കമ്പനികളും ഇതുപോലെ ബഹിരാകാശ പേടകങ്ങളെയൊക്കെ വീക്ഷിച്ച് അതിൻ്റെ കൃത്യമായ അപ്ഡേറ്റുകൾ നൽകാറുണ്ട്. ഈ വിവരം ISRO സ്ഥിരീകരിക്കുകയും ചെയ്തു. പക്ഷേ ഒടുവിലായി വരുന്ന വിവരം ഡോക്കിംഗ് ഉടൻ ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഇതൊരു പരീക്ഷണമായി നടത്തിയതാണ്. 3 മീറ്റർ അടുത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നിലവിൽ രണ്ട് ഉപഗ്രഹങ്ങളെയും സേഫ് ആയിട്ടുള്ള അകലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് ISROയുടെ എക്സ് പോസ്റ്റിലുള്ളത്. ആ സേഫ് ആയിട്ടുള്ള മീറ്റർ ഒരുപക്ഷെ 500 മീറ്ററിന് ഉള്ളിലായിരിക്കാം. അതായത് രണ്ട് ഉപഗ്രഹങ്ങളും ഇപ്പോൾ 500 മീറ്റർ അകലത്തിനുള്ളിലായിരിക്കാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഇത് പതിയെ വേഗം അടുപ്പിച്ച് വേഗം കൂട്ടി അകലം കുറച്ചുകൊണ്ട് അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യാനുള്ളത്. ഏറ്റവും പ്രധാനം ഇതിന് സമയമെടുക്കുമെന്ന് കൂടി ISRO അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ ലൈവ് സ്ട്രീമിംഗ് ഉണ്ടാകുമെന്ന് ISRO പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിലൊന്നും ഈ ലൈവ് സ്ട്രീമിങ്ങിനെ പറ്റി പറയുന്നില്ല. അതൊരു കോംപ്ലക്സ് പ്രൊസീജിയർ ആയതുകൊണ്ടാണ്. കാരണം എപ്പോഴാണ് ഡോക്കിംഗ് നടക്കുക എന്നുള്ളത് പറയാൻ കഴിയില്ല. അത് ISROയുടെ മാത്രം തീരുമാനമല്ല. കാരണം ഈ ഓർബിറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസം, ബഹിരാകാശത്തുണ്ടാകുന്ന ഏത് തരത്തിലുള്ള ചെറിയ വ്യതിയാനം പോലും ഈ ദൗത്യത്തിനെ ബാധിച്ചേക്കാം. കാരണം ഇത്രയും വലിയൊരു ദൗത്യത്തിലേക്ക് പോകുമ്പോൾ അത് പരിഗണിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. എന്തായാലും കാത്തിരിക്കണം, ക്ഷമ വേണമെന്നാണ് ISRO പറയുന്നത്. SK. ഓക്കെ, താങ്ക് യു മുഹമ്മദ് റഹീസ്.